ബിസിനസ് ഒരു നല്ലൊരു ലീഡ് പോലെ എനിക്ക് വന്നായിരുന്നു. കാര്യം ഈ 3D വീഡിയോസ് അത് ആളുകളെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട്. അതൊരു മാർക്കറ്റിംഗ് പോയിൻ്റാക്കി മുന്നേറിയാൽ ഒരു പക്ഷേ എൻ്റെ ഇതിലേക്ക് വർക്ക് വരും. മെയിൻലി ഇതാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അതായത് അവർക്കൊരു ഫോക്കൽ പോയിൻ്റ് ഉണ്ട്. ആ ഫോക്കൽ പോയിൻ്റ് ആയിരിക്കും അവരുടെ ഒരു പോസിറ്റീവ് സാധനം. ആ സാധനത്തെ അവർ ഇത് ചെയ്യും. അതിൻ്റെ കൂടെ സൈഡിൽ കൂടെ ഇടയിൽ കൂടെയൊക്കെ ബാക്കി ഇത് വരും. അപ്പോൾ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു സ്കില്ലായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് 3D ചെയ്യാൻ സാധിക്കും. സ്റ്റിൽ പലരും എന്താ പറയുക കുറച്ചൊക്കെ ബുദ്ധിമുട്ടുന്നൊരു മേഖല തന്നെ 3D മോഡലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വളരെ ചെറിയ തുകയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ് ഈ പറഞ്ഞ 50-20 രൂപയ്ക്ക് തന്നെ ആൾ കൊടുക്കുന്നുണ്ട്. സോ 3D ആയിട്ടുള്ള സാധനം ഒരു 100-150 രൂപയ്ക്ക് ആൾ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് വെൽ. ലൈക്ക് എനിക്ക് ഒരു ദിവസം എടുക്കും ഒരു 3D ഒരു ചെറിയൊരു സീൻ ഒരു 5-10 സെക്കൻഡിൻ്റെ സീനൊക്കെ എനിക്കൊരു ശരിയാണ് ഒരു ദിവസം എടുക്കും. പക്ഷേ എങ്കിലും അതിനൊരു 200 രൂപ കിട്ടും. ഒരു ദിവസം തന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 6000-7000 രൂപ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതിന് ഉതക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു അക്കൗണ്ട് വളർത്തിയെടുക്കാൻ ഫോളോവേഴ്സിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് അത്രയ്ക്കും നമുക്കൊരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു പോസ്റ്റ് വന്നാൽ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നൊരു നല്ലൊരു ഫോളോ ബേസ് കൂടാൻ സാധ്യതയുണ്ട്. അതിനെ ബൂസ്റ്റ് പിടിച്ചത് വെറുതെ കാശിട്ടിട്ട് തോന്നിയ ഇതൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല ഒരു കണ്ടൻറ്റ് സാധനം ഇറക്കിയിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ളൊരു ബിസിനസ് സ്ട്രാറ്റജി ഞാൻ എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് 2000 രൂപ കിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഒരു എമൗണ്ട് കൂടി ബിസിനസ് ഇട്ടിട്ട് അത് ഒരു 500 രൂപയെങ്കിലും അതിൽ നിന്ന് ബിസിനസ് 2ലേക്ക് ഇട്ടിട്ട് ഓടിക്കണം കുറച്ചും കൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഇത് തീരാറായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അത് ഗീവ് അപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് എൻ്റെ മനസ്സിലൂടെ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് റൺ ചെയ്യുന്നതുകൊണ്ടാണ്. കാര്യം ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു അമിതമായ ത്വര എൻ്റെ ഉള്ളിലുണ്ട്. ആ പ്രൊഡക്റ്റ് ഒരു ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം അത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു അമിതമായ ത്വര അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫോക്കൽ പോയിൻറ്റ്. അത് വർക്കൗട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള പരിശ്രമം വേണം, ഒരു പെർഫെക്ഷൻ ഒരു മേഖലയിൽ വേണം. അത് നമ്മുടെ സെല്ലിങ് പോയിൻ്റ് എന്നുള്ളതാണ്. ആ സെല്ലിങ് പോയിൻറ്റിനെ കണ്ടെത്തുക, അതിനെ വെച്ച് സെല്ല് ചെയ്യുക. ബാക്കി പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ സൈഡിൽ കൂടെ വരും. ആ വർക്ക് വേണമെങ്കിൽ വേറെ ആൾക്ക് കൊടുത്ത് അങ്ങനെ ചെയ്യാം. സോ ബട്ട് ബേസിക്കലി നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ള സെറ്റപ്പിലേക്ക് ഇരിക്കുക. അതാണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ മറ്റേ സ്കൈലിൻ്റെ പുള്ളിക്കാരെന്ന് വെച്ചാൽ പുള്ളിയുടെ ബേസിക്കൽ ഫോക്കൽ പോയിന്റ് പുള്ളി ഒരു പണി ചെയ്താൽ അത് ഏറ്റെടുത്ത് നടത്തി കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത പുള്ളി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഗ്രാഫിക് ഡിസൈൻ